ശ്രീ ബാബു പള്ളിപ്പാട്, ശ്രീ കെ ആർ സോമരാജ്, ശ്രീ കെ ജയചന്ദ്രൻ, ശ്രീ എസ് ജി ഗോപിനാഥൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തോന്നുന്നു കുറേയധികം, പ്രത്യേകിച്ച് 2011 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കുമാരനാശാൻ്റെ കാവ്യലോകം, നവോത്ഥാനം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഖണ്ഡകാവ്യങ്ങളും മുന്നോട്ട് വെച്ച ദർശനം, ജീവിത ബോധ്യങ്ങൾ, അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള പരിപ്രേക്ഷ്യം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പൊതുവെ കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട്, അല്ലെങ്കിൽ 10-13 വർഷമായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ടു. അത് തുടങ്ങിയത് നളിനിയുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്. ഇപ്പോൾ 2024 എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ലോക വിയോഗത്തിൻ്റെ, ഭൗതികമായിട്ടുള്ള വിയോഗത്തിൻ്റെ 100ാം വർഷമാണ്. 2025 ജനുവരി 16 ആകുമ്പോൾ അദ്ദേഹം ഈ ലോകം, അല്ലെങ്കിൽ അദ്ദേഹം ജലമരണം സംഭവിച്ചിട്ട് 100 വർഷം കഴിഞ്ഞ് 101ലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിറവിയുടെ 150ാം വാർഷികവും കടന്നു പോകുന്ന കാലമാണിത്. ഏതാണ്ട് 50 വർഷത്തിനടുത്ത് മാത്രം അരനൂറ്റാണ്ട് കഷ്ടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുകയും വളരെ പ്രസക്തമായിട്ടുള്ള കൃതികൾ 907 മുതൽ രചിക്കുകയും 24 കടന്നു പോവുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ. 100 വർഷത്തിനിപ്പുറവും അദ്ദേഹം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൃതികൾക്ക് കാലപ്പഴക്കമേശാത്ത കാവ്യ സൗന്ദര്യവും ജീവിത ദർശനവും ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഉണ്ട്. അതുകൊണ്ടാണ്, സംശയിക്കേണ്ട കാര്യമില്ല. കേരളം പിൽക്കാലത്ത് ഇത്രമാത്രം ആലോചിക്കുന്ന ഒരു കവി നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ജീവിത സന്ദർഭങ്ങളിലേക്ക് ആ കവിത എങ്ങനെ കടന്നു വരുമ്പോഴാണ്. ഞാൻ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഓർക്കുകയാണ്. ഒരിക്കൽ 2016 ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയം നമ്മളുടെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഭരണം സ്ഥിരമായിട്ട് അണിയുന്ന ഒരു കമ്മലും ഒരു മാലയും ഒരു 2 മോതിരം കാണുന്നുണ്ട്. അതൊക്കെ ഊരി മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മോതിരം കിടക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു പാട് കിടക്കുക. നമുക്കറിയാം, മോതിരം ഇടുന്നവർക്ക് അതിൻ്റെ അടിയിൽ വെളുത്തിരിക്കും. അപ്പൊ ഈ കട്ടിലിൽ ഇങ്ങനെ രോഗത്തിൽ ഒരുമാതിരി, നമുക്കറിയാം രോഗം പലപ്പോഴും എത്ര വിസിറ്റേഴ്സ് നമ്മളെ കാണാൻ വന്നാലും പലപ്പോഴും അത് നമ്മളെ തനിച്ചാക്കുന്ന ഒരു കാര്യമാണ്. രോഗത്തിന്റെ ഒരവസ്ഥ ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ തനിച്ചാകും. സത്യത്തിൽ ഞാൻ ഈ വിരൽ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെയും കരുണയിലെ ഒരു രംഗമാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം വാസവദത്തയുടെ കരചരണാദികൾ മുറിക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിലെ ആഭരണങ്ങൾ അണിഞ്ഞ പാടിനെ കുറിച്ച് ആ കവി എഴുതുന്നുണ്ട്. അപ്പോൾ ജീവിതത്തുടല ഭൂമിയിൽ കിടക്കുന്ന ആ വാസവദത്ത എന്ന് പറയുന്ന സുന്ദരി, ഭൗതികമായിട്ടുള്ള ഒരു കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞിയെ പോലെ ശോഭിച്ച സുന്ദരി ഇവിടെ ശ്മശാന ഭൂമിയിൽ കുങ്കുമപ്പൊതി പോലെ ചോര പുരണ്ട് അംഗഛേദം സംഭവിച്ച് കിടക്കുന്ന രംഗമാണ് സത്യത്തിൽ ഞാനും ഒരു സർജറി കഴിഞ്ഞ് കിടക്കുക ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഒരു കവി എത്രമാത്രം നമ്മുടെ അകത്തുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതമാണ്, ജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ്. ചിലപ്പോൾ ഒരു വരിയായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭത്തിലെ ആശയത്തിൻ്റെ മിന്നലായിരിക്കാം, ആ ഭാവനയുടെ മിന്നൽ പ്രകാശമായിരിക്കാം നമ്മളെ നയിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ജീവിതത്തിൽ കൂടെ നടക്കുന്ന ഒരു കവി. അദ്ദേഹം എഴുതുന്ന കാലഘട്ടത്തിലെ കേരളീയ സമൂഹം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആലോചനയിലേക്ക് വരിക. ഇപ്പോൾ കേരളത്തില് ക്ലീശ പോലെയാണ്. ചിലപ്പോൾ നമ്മളൊരു നവോത്ഥാനം എന്നുള്ള വാക്ക് പറഞ്ഞാൽ ഉടൻ തന്നെ ചിലപ്പോൾ ആളുകൾ അതിൻ്റെ വാലെ പിടിച്ചിട്ട് ഇവിടെ എന്നാ നവോത്ഥാനം ഉള്ളത്, ഈ
കമ്മ്യൂണിസ്റ്റുകാർക്ക് നവോത്ഥാനത്തെക്കുറിച്ച് പറയാനേ ഉള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. നവോത്ഥാനം നമ്മൾ മറന്നു പോകേണ്ട ഒരു കാര്യമല്ല. നവോത്ഥാനം ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ അവസാനിച്ചു പോകുന്ന ഒന്നുമല്ല. നവോത്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല പഠനങ്ങളിൽ, അതിലൊരു പഠനത്തിൽ ചണ്ടാല ഭിക്ഷുകിയെ തന്നെ വിഷയാക്കിക്കൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ചണ്ടാല ഭിക്ഷയ്ക്ക് ആധാരമായ കഥ ഉണ്ടാകുന്നത് ശ്രീബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആഖ്യാനത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് പിന്നീട് 20-ാം നൂറ്റാണ്ടിന്റെ ആ രണ്ടാം ദശകത്തിൽ ഒരു കവി ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത്, അല്ലെങ്കിൽ കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത്. ബുദ്ധ കഥയിൽ തന്നെ ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന ജാതി അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ ഘടന, ആ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് സമ്പത്തിന്മേലും അറിവിന്മേലും സാമൂഹ്യ അവകാശങ്ങളിന്മേലും വ്യക്തിയുടെ ആവിഷ്കരണങ്ങളിന്മേലും എപ്പോഴും ആധിപത്യം ചെലുത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ജാതി ഘടന നിലനിൽക്കുന്നത്. അത് സൂക്ഷ്മമായ എല്ലാ സാമൂഹ്യ ജീവിത ഇടങ്ങളിലുമുണ്ട്. ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, വഴിനടപ്പ്, സ്വത്തിന്റെ ഉടമസ്ഥരാവുക, ആവിഷ്കാരങ്ങൾ, എക്സ്പ്രഷൻസിന്റെ തടസ്സപ്പെടുത്തൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നിൽക്കുന്ന നിർണായകമായിട്ടുള്ള ഈ വ്യവസ്ഥയെ അല്ലെങ്കിൽ വർണ്ണാശ്രമത്തെ ബ്രാഹ്മണ്യത്തെ ഒരു കൗണ്ടർ ടെക്സ്റ്റ് പോലെ വന്ന ബുദ്ധമതത്തിന്റെ ഒരു എപ്പിസോഡിലാണ് ഈ പറഞ്ഞ മാതംഗിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചണ്ടാലിനിയുമായി ബന്ധപ്പെട്ട ഒരു നരേഷൻ ഉണ്ടാകുന്നു. ബുദ്ധമതം നമുക്കറിയാം ഒരു റീറീഡിംഗ് ആണ്. അതിനുശേഷം 2.5 സഹസ്രാബ്ദം കഴിഞ്ഞതിന് ശേഷം, ഏതാണ്ട് 2.5 സഹസ്രാബ്ദത്തോളം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കേരളത്തിന്റെ സന്ദർഭത്തിൽ ഒരു കവി ഈ ചണ്ടാലിനിയെ വിഷയമാക്കണമെന്നുണ്ടെങ്കിൽ നവോത്ഥാനം ഒരിടത്ത് തറഞ്ഞുപോയ ഒരു ഗതി അല്ല. അത് പല സന്ദർഭങ്ങളിൽ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ ഉയർന്നും താഴ്ന്നും വളരെ ദൃശ്യമായും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചും ഒക്കെയും നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് വെള്ളത്തിന് വേണ്ടി വലിയ സമരം അംബേദ്കർ സംഘടിപ്പിക്കുന്നത്. ജലം എന്ന് പറയുന്നത് വളരെ വലിയ വിഷയം തന്നെയായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ പല ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കൊട്ടാരം പോലെയുള്ള വലിയ കിണറുകൾ കാണാം. ഈ കിണറുകൾ ആരുടേതായിരുന്നു? ഈ കിണറിൽ ആർക്കൊക്കെ വെള്ളം എടുക്കാൻ സാധിച്ചിരുന്നു? അപ്പോൾ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് വെള്ളം നിഷേധിക്കുന്ന അല്ലെങ്കിൽ പൊതുകിണറുകൾ നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥയെ അംബേദ്കർ ചോദ്യം ചെയ്തത് വെള്ളത്തെ ഒരു വിഷയമാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ജലം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയും ഒരു സൂക്ഷ്മ സൂചകമായിട്ട് ജലം പ്രത്യക്ഷപ്പെടുകയും അതിൽ തന്നെ ആനന്ദ ഭിക്ഷു പറയുന്നുണ്ട്. എന്താണ്? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ഞാൻ നിന്നോട് ജാതി ചോദിച്ചില്ല. ഈ മറുപടി വലിയ ഒരു ടെക്സ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ആ കാലഘട്ടം എന്ന് പറയും നമുക്കറിയാം. 93-ലാണ് മഹാത്മാ അയ്യങ്കാളി വഴി നടക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭം തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. 905-ലാണ് അദ്ദേഹം പഞ്ചമിയെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ ചെല്ലുന്നതും പ്രവേശനം നിഷേധിക്കുന്നതും പിന്നീട് ഊരൂട്ടമ്പലത്ത് സ്കൂള് നിർമ്മിക്കുന്നതും അതിനുശേഷം വളരെ പ്രമാദമായിട്ടുള്ള വളരെ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കർഷക സമരം ഉണ്ടാകുന്നതുമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേരളീയ അന്തരീക്ഷത്തിൽ നിന്നാണ് കുമാരനാശാന്റെ ചണ്ടാലിനിയും ശ്രീബുദ്ധനും ഒക്കെ സംസാരിക്കുന്നത്. അല്ലാതെ ആ കഥ അതേപടി എടുത്ത് ആഖ്യാനം ചെയ്യുകയല്ല. അതിന്റെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് ശ്രീബുദ്ധനും പ്രസേനജിത്തും കൂടി നടത്തുന്ന സംഭാഷണമാണ്. പ്രസേനജിത്തിനോട് അദ്ദേഹം പറയുന്ന സമയത്ത് വളരെ എടുത്ത് എന്താണ് രാജ്യധർമ്മം, എങ്ങനെയുള്ളതാണ് ഒരു ധർമ്മരാജ്യം, എങ്ങനെയുള്ളതായിരിക്കണം, രാജനീതി എന്താണ്, ഈ ചോദ്യത്തോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, നെല്ലിന്റെ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല പുലയൻ. ഇതേതായാലും
ശ്രീബുദ്ധൻ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കാൻ വഴിയില്ലാത്ത ഒരു വാക്കാണ്. പക്ഷെ ആ വാക്കിന് കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരത്തിന്റെ ഒരു ഇമേജ്, അതിൽ നിന്നാണ് ആ ഇമേജ് നിർമ്മിക്കുന്നത്. നെല്ലിന്റെ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ എന്ന് പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തോട്, നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സൂചകങ്ങളിൽ ഒന്നായ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ആശയത്തെ ആന്തരവൽക്കരിച്ചിരിക്കുന്ന ഒരു കവിയിൽ നിന്നേ ശ്രീബുദ്ധനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം ഉണ്ടാവുകയുള്ളൂ. കേരളീയ നവോത്ഥാനം ആ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ധാര എന്ന് പറയുന്നത്, പല ധാരകൾ ചേർന്നതാണ്. അതിലൊരു ധാര ജാതി സംഘടനകളുടെ രൂപപ്പെടലാണ്. അത് സവർണജാതിയുമുണ്ട് അവർണജാതിയുമുണ്ട്. അപ്പോൾ ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു കുമാരനാശാൻ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു മഹാത്മാ അയ്യങ്കാളിയും PRDSന്റെ സ്ഥാപകനായിട്ടുള്ള പൊയ്കയിൽ കുമാരഗുരു അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശ്രീമൂലം പ്രജാസഭ, എനിക്ക് തോന്നുന്ന പൊയ്കയിൽ അപ്പച്ചൻ വളരെ പ്രമാദമായ അല്ലെങ്കിൽ വളരെ പ്രഖ്യാതമായ അദ്ദേഹത്തിന്റെ പ്രസംഗം, പാട്ടുപോലെയുള്ള പ്രസംഗം ഉണ്ടാകുന്നതിൽ ഈ പറയുന്നുണ്ട്, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രം. എൻ്റെ വംശത്തെക്കുറിച്ച് ഒന്നുമില്ല എന്ന് ആ സഭയിൽ ഒരാൾ പറയുന്നു. അതിനു മുമ്പാണ് കുമാരനാശാൻ ഇത് എഴുതുന്നതെങ്കിലും മഹാത്മാ അയ്യങ്കാളിയുടെ പ്രസൻസ്, ഈ പറഞ്ഞ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ട നിരവധിയായ ധീവര മഹാസഭ, സാധുജന പരിപാലന സംഘം, കേരളീയ നായർ സമാജം, ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സംഘടനയും അതത് ജാതികളെ ചൂഴ്ന്നു നിൽക്കുന്ന വിവേചനത്തിന്റെ, അനാചാരത്തിന്റെ, വസ്തുവൽക്കരണത്തിന്റെ ഒക്കെ അനുഭവങ്ങളെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് കേരളീയ സമൂഹത്തിലേക്ക് ജാതി സംഘടനകൾ രൂപപ്പെടുന്നത്. SNDP രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. SNDPയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രഖ്യാതരായിട്ടുള്ള ശിഷ്യന്മാരിൽ മഹാകവി കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഉൾപ്പെടുന്നു. ഇവർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം സംഭാഷണവും സംവാദ മണ്ഡലവുമുണ്ട്. അത് കേരളീയമായ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ജാതിരഹിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനയെക്കുറിച്ച്, അല്ലെങ്കിൽ എല്ലാ ജാതിയിലുള്ളവർക്കും തുല്യതയെ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തേണ്ടുന്ന ഒരു സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചാണ്. ഈ അവസ്ഥയെ തൻ്റെ കാവ്യത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം, കേരളീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായ സാമൂഹ്യ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രണ്ട് ഖണ്ഡകാവ്യങ്ങളാണ് കുമാരനാശാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് ദുരവസ്ഥയും ഒന്ന് ചണ്ടാലഭിക്ഷുകയുമാണ്. ചണ്ടാലഭിക്ഷ എനിക്കൊന്ന് ബേസിക്കലി ഒരു കാര്യം, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രശ്നം, നമ്മളിവിടെ ഇരിക്കുന്ന ഇടയ്ക്കൊത്ത ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നമുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുകയും അതിന്മേൽ ഒരു സംവാദം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്നൊരു പുതിയ പാഠം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, വിധി കൽപ്പിതമാണ്. പൊതുവെ നമ്മളുടെ ഒരു രീതി എന്താണ്? വിധിയാണ്. ഈ ജന്മത്തിൽ ഇങ്ങനെ അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ വിധിയാണ്. ഈ വിധി ചിന്തയെ കേസരി വളരെ നിശിതമായിട്ട്, കേസരി ബാലകൃഷ്ണൻ വളരെ നിശിതമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വിധി വിശ്വാസത്തെ. ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള ആ സ്റ്റാറ്റിക് ആയിട്ടുള്ള അവസ്ഥയ്ക്കും കാരണം വിധി വിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വിധി എന്നുള്ളതല്ല, കർമ്മമാണ്. അത് കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായ കർമ്മ സിദ്ധാന്തവുമല്ല. അതിൽ നിന്ന് സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമായ പുതിയ കർമ്മ പദ്ധതികളിലൂടെ സംഘടിത സ്വഭാവത്തോടെ
അറിവ് കൊണ്ട് നേടിയെടുക്കുന്ന സാമൂഹ്യ അനുഭവം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധത്തിന്റെ പാഠം ഈ സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നു. ഇത് നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. ഈ പറഞ്ഞ പല കമ്പാർട്ട്മെന്റുകളായി എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ, ഇന്നും തുടരുന്ന, എനിക്ക് തോന്നുന്നു വെള്ളം ഇന്നും പ്രശ്നമാണ്. കഴിഞ്ഞ വർഷമാണ്, അതിന്റെ മുന്നത്തെ വർഷമാണോ, ഒരു അധ്യാപകന്റെ കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതിന് ഒരു കുട്ടി മർദ്ദിക്കപ്പെടുകയും പിന്നീട് അത് മരണമടയുകയും ചെയ്ത ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ വെള്ളം അസ്പൃശ്യമായിട്ടുള്ള ഒരു വസ്തുവായി ഇന്നും ജാതി സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഒരു സന്ദർഭം നിർമ്മിച്ചു. അത് 2500 അല്ലെങ്കിൽ 2400 വർഷം പഴക്കമുള്ള ഒരു നരേഷനെ പുതിയ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കൊണ്ടുവരികയും ശ്രീബുദ്ധനും പ്രസേനജിത്തും ആദ്യമുള്ള ഈ കവിതയുടെ ആദ്യ ഭാഗത്തുള്ള വളരെ നല്ല നരേഷൻസ്, വളരെ ആനന്ദനോടും മാതങ്കിക്ക് തോന്നുന്ന ആ ഒരു വല്ലാത്ത ഒരു ആഴപ്പെട്ട ഒരു പ്രേമമുണ്ട്, ഒരു സ്നേഹമുണ്ട്. പ്രേമം എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. ഈ സ്നേഹമാണ് ആ ഭിക്ഷു പോയ വഴി നോക്കി നോക്കി അവളെ അവിടെ എത്തുക, ബുദ്ധന്റെ ആശ്രമത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ ആശാന്റെ കവിതകളിൽ വളരെ കൗതുകമാണ്. പലപ്പോഴും നായികമാര് ലീലനായകനെ, മദനനെ അന്വേഷിച്ചു പോകുന്ന ഗന്ധം പിടിച്ചിട്ടാണ്, ഗന്ധമാണ് അവിടെ എത്തിക്കുക. ഇവിടെ മാതങ്കി ഇയാളുടെ കാൽച്ചുവടുകളെ കാഴ്ചയുടെയും കേൾവിയുടെയും ഗന്ധത്തിന്റെയും ഒക്കെയുള്ള ആ ഒരു ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ സ്നേഹത്തെ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ട് കവിതയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ സാമൂഹ്യ വിഷയം കൊണ്ടുവരികയും വലിയൊരു സംഭാഷണം, അതായത് മാതങ്കിയെ, ചണ്ടാലിനിയായ പെൺകുട്ടിയെ ആശ്രമത്തിൽ സ്വീകരിച്ചിരിക്കുന്നു, സ്ത്രീയാണ്, അതുപോലെ തന്നെ അധകൃത ജാതിയുമാണ്. വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടുമ്പോഴാണ് സംഭാഷണം ഉണ്ടാകുന്നതും ഈ പറഞ്ഞ വലിയ വളരെ കൃത്യമായിട്ടുള്ളത്. ആ സാധു പുലയൻ എന്നുള്ള ആ വാക്കിൽ സാധുജന പരിപാലന സംഘത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പോൾ നവോത്ഥാനം ഒരു ജാതി അതിനകത്ത് മാത്രം നിലനിന്നുകൊണ്ട് നടത്തുന്ന ഒന്നതിനപ്പുറം ജാതി അന്തരങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയുള്ള ഒരു ഗണമായി കേരളീയ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആഖ്യാനം കുമാരനാശാനിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ആ കാലഘട്ടത്തിന്റെ കേരളത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു വിഷയം സ്വീകരിക്കുന്ന ഒന്ന് ദുരവസ്ഥയാണ്. എനിക്ക് കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ കേരള പ്രദേശം വരുന്ന ഒരൊറ്റ ഖണ്ഡകാവ്യമേ ഉള്ളൂ, അത് ദുരവസ്ഥയാണ്. ഒരു വളരെ ഇടുങ്ങിയ മുറുകിയ ഒരു ഘടനയെ തകർക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഷോക്ക് ആവശ്യമാണ്. അതിനാണ് ആ കാവ്യത്തിൽ മലബാറിലെ കലാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹളയെക്കുറിച്ചുള്ള പരാമർശം കൊടുത്തിരിക്കുന്നത്. ഇന്ന് അതിനെ വളരെ നെഗറ്റീവായിട്ട് കുമാരനാശാന്റെ ആ വിശേഷണത്തെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ആഖ്യാനങ്ങൾ സൂക്ഷിക്കുന്ന അറിവ് അനുഭവത്തിൽ നിന്ന് കുമാരനാശാൻ വലിയൊരു വിഷയത്തെ പ്രശ്നവൽക്കരിക്കുവാൻ വേണ്ടിയാണ് മലബാർ കലാപത്തെ പശ്ചാത്തലമായി സ്വീകരിക്കുന്നത്. അവിടെ നിന്നാണ് സാവിത്രിയും ചാത്തനും തമ്മിലുള്ള, അതായത് എല്ലാ ഗതിയും ഇല്ലാതാകുന്നിടത്തു നിന്നാണ് സാവിത്രി ചാത്തന്റെ കുടിലിൽ എത്തുന്നതും. ബന്ധുക്കളൊക്കെ മരിച്ചു, വീടുകൾ കൊള്ളയിടപ്പെട്ടു, അവിടെ നിന്ന് ചാത്തന്റെ കുടിലിൽ എത്തുന്നതും ചാത്തന്റെ പെരുമാറ്റ മര്യാദയിൽ നിന്ന്, അവരുടെ ആ ഏറ്റവും പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുള്ള പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് ആദരവും പിന്നീട് പ്രേമവും പിന്നീട് അവർ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇത് നവോത്ഥാനത്തിന്റെ മറ്റൊരു മൂല്യമാണ്. സ്ത്രീകൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത്. ഇവിടെ മലബാർ കലാപം ഒരു വിഷയമാണ്, പക്ഷേ തീരുമാനമെടുക്കുന്നത് സാവിത്രിയാണ്. ഞാൻ ഇങ്ങനെ ജീവിക്കും, ചാത്തനോടൊപ്പം ജോലിക്ക് പോകും. അലസമായ ഫ്യൂഡൽ ജീവിത വ്യവസ്ഥയിൽ നിന്ന് അധ്വാനിക്കുന്ന മനുഷ്യാനുഭവത്തിലേക്ക് സാവിത്രി പരിവർത്തിക്കപ്പെടുകയാണ്. കാരണം അവിടെ അവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ചാത്തന്റെ അധ്വാനത്തിൽ നിന്ന്, അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ മാനവിക മൂല്യത്തെ
തിരിച്ചറിയുകയും അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കവിതയായിട്ടാണ് ദുരവസ്ഥ ഈ കാലഘട്ടത്തിൽ വായിക്കപ്പെടേണ്ടത്. മുമ്പ് പറഞ്ഞ ജാതി വിഷയം പോലെ തന്നെ കേരളീയ നവോത്ഥാനത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുഖമാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം. നമുക്കറിയാം 19-ാം നൂറ്റാണ്ട് മുതൽ കൊളോണിയൽ വിദ്യാഭ്യാസമാണ്. ഇവിടെ നാഗർകോവിൽ വില്യം തോബിയ, ശ്രിംഗിൾ ടോബിനെ പോലെയുള്ളവർ 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിൽ സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. നാഗർകോവിൽ, തിരുവനന്തപുരം, തെക്കൻ പ്രദേശങ്ങളിലൊക്കെ. ഈ സ്കൂളാണ് പിന്നീട് റീജന്റ് റാണിമാർ സ്കൂൾ ആരംഭിക്കുന്നതിലേക്കും, പിന്നീട് സ്വാതി തിരുനാളിന്റെ കാലത്ത് നാട്ടുഭാഷാ പള്ളിക്കൂടങ്ങളും പെൺപള്ളിക്കൂടങ്ങളും കുടിപ്പള്ളിക്കൂടങ്ങളും ഒക്കെ തുടങ്ങുന്നതിലേക്കുള്ള വെർണാക്കുലർ സ്കൂളൊക്കെ നമുക്കറിയാം. ഈ വിദ്യാഭ്യാസത്തിന്റെ അനന്തരഫലമാണ് മാറുമറക്കൽ സമരം പോലെയുള്ള ഒരു വലിയ സമരത്തിന് തെക്കൻ അല്ലെങ്കിൽ തെക്കൻ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. സ്ത്രീകൾ തങ്ങൾക്ക് മേൽവസ്ത്രം ധരിക്കണമെന്ന്, മേൽജാതിക്കാരെ പോലെ മേൽവസ്ത്രം ധരിക്കണം. അപ്പൊ വസ്ത്രം വിവേചനത്തിന്റെ ഒരു അടയാളമായിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കുക എന്നുള്ളത് വിവേചനത്തിന്റെ മറ്റൊരു അടയാളമായിരുന്നു. പിതൃശാസക സ്വഭാവമുള്ള മതവും സംഘടനകളും കുടുംബഘടനയും ജാതിഘടനയും ഒക്കെയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ ഇത്രയും പഠിച്ചാൽ മതി. പക്ഷെ അതിൽ കേരളം വളരെ ആദ്യം തന്നെ മുന്നോട്ടിറങ്ങിയ രാജ്യമാണ്, പ്രദേശമാണ്, അന്ന് രാജ്യമാണ്. അങ്ങനെയാണ് വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. പെൺപള്ളിക്കൂടങ്ങൾ അവിടെ നിന്ന് വരുന്നു. അവിടെ അധ്യാപികമാരായിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തന്നെ സ്ത്രീകൾ വരികയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ കോട്ടയംകാരിയായിട്ടുള്ള മേരി പുന്നൻ ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പോവുകയും അവരവിടുന്ന് വൈദ്യശാസ്ത്രം പഠിച്ചതിന് ശേഷം തിരുവിതാംകൂറിൽ വന്ന് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര വിഭാഗം തന്നെ ഇവിടെ കേരളത്തിൽ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളീയ പ്രത്യേകിച്ച് ജാതി വിഭാഗങ്ങളിലുള്ളവരുടെ വിദ്യാഭ്യാസം, മറ്റൊന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം വലിയ ലക്ഷ്യമായിരുന്നു നവോത്ഥാനത്തിന്റെ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ ഒക്കെ തുടങ്ങുകയാണ്. ഇതിന്റെ തുടർച്ചയിലാണ് മേരി പുന്നനും പിന്നീട് അന്നാ ചാണ്ടിയും, എനിക്ക് തോന്നുന്നത് തിരുവിതാംകൂറിൽ നിന്നാണ് ആദ്യത്തെ ഡോക്ടറും ആദ്യത്തെ ജഡ്ജിയും ഒക്കെ ഉണ്ടാകുന്നത് ഇന്ത്യയിലെ തന്നെ. ഇതിന്റെ കാരണം ഈ സ്ത്രീ വിദ്യാഭ്യാസമാണ്. ഇങ്ങനെയുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ ബോധ്യം കുമാരനാശാന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസമാണ് അറിവിന്റെ ഒരു പ്രത്യേകത. സാഹചര്യങ്ങളെ അത് പ്രശ്നവൽക്കരിക്കും. അപ്പോഴാണ് സാവിത്രി തന്റെ അറിവ് ചാത്തന് പകർന്നു കൊടുക്കാമെന്ന് നിശ്ചയിക്കുകയും അലസമായ ഫ്യൂഡൽ ജീവിതത്തിൽ നിന്ന് അധ്വാനിക്കുന്ന ഒരു സ്ത്രീയിലേക്ക്, ഒരു ജീവിത പങ്കാളിയിലേക്ക് സാവിത്രി സ്വയം പരിവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അറിവ് ഒരു സാമൂഹ്യ മൂലധനമാകുന്ന ഒരനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റൊന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ. കുമാരനാശാനോളം സംസാരിച്ച സ്ത്രീകളില്ല, അല്ലെ? നളിനിയിലാണ് ഒരു സ്ത്രീ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുക. സംസാരിക്കാൻ മാത്രമല്ല, ഐ ലവ് യു എന്ന് ഒരു പുരുഷനോട് പറയുകയാണ്. പുരുഷന്മാർ പലപ്പോഴും, കുമാരനാശാന്റെ നായകന്മാർ പലപ്പോഴും മാറി മാറി സമയമായില്ല പോലും എന്ന് പറഞ്ഞ് മാറുമ്പോഴും സ്ത്രീകൾ തങ്ങളുടെ അവകാശത്തെക്കുറിച്ച്, തങ്ങൾക്ക് പറയാനുള്ളതിനെ കുറിച്ച്, തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് നളിനി ദിവാകരനെ യോഗിയായ, താൻ ഒരു ബാല്യം മുതലേ സ്നേഹിച്ചിരുന്ന ദിവാകരൻ യോഗിയായെന്ന് അറിഞ്ഞിട്ടും എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ആര്യ മുൻ പരിചയങ്ങൾ നൽകിടും ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം. ആ വാക്കുകൾ ശ്രദ്ധിക്കാൻ. ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം. എന്റെ ആലോചനകൾ, എന്റെ മനസ്സിലുള്ളതിനെ ഞാൻ ധൈര്യത്തോടെ നിന്നോട് പറയുന്നു. പലപ്പോഴും ഇന്നും ഇല്ലാത്തത് നമ്മുടെ പല പോപ്പുലർ സിനിമകളിൽ പോലും 90കളിലും 2000കളിലും പോലും എല്ലാം ഹസ്ബൻഡ് പറയുന്ന പോലെ, ചേട്ടൻ പറയുന്ന പോലെ എന്ന് പറയുന്നവരെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം, 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യം പോലും പോപ്പുലർ സിനിമയിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ നളിനി 1911 പറയുകയാണ്, ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം. കാര്യം ഇന്നതായി കേൾക്കുമോ കനിഞ്ഞാര്യമാകിലും അനാര്യമാകിലും.
അത് ആ സെന്റൻസ് ശ്രദ്ധിക്കണം. അതായത് കുലസ്ത്രീകൾ ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുക ആര്യം രീതിയല്ല, ഒരു ശ്രേഷ്ഠമായ രീതിയല്ല. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ആര്യമാണെങ്കിലും അനാര്യമാണെങ്കിലും നിങ്ങൾ കേൾക്കണം. ഞാൻ പറയാൻ പോവുകയാണ്, അല്ലെ? അത് പറയുമ്പോഴും വീണ്ടും കൺഫ്യൂഷനാണ്. എന്താണ്? തന്നതിൽ അവരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. മനുഷ്യന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ് പറയുക ആദ്യം തന്നെ. എല്ലാ മനുഷ്യരുടെയും ഗതികേടാണ്. അപരൻ ഉള്ളു കാണിക്കുവാൻ ഈശ്വരൻ ആകെ തന്നിരിക്കുന്ന ഭാഷയാണ്. പക്ഷെ ആ ഭാഷയ്ക്കുള്ള പ്രശ്നം എന്താണ്? അർത്ഥശങ്ക മൂലം അതും തെറ്റിപ്പോകാം. എങ്കിലും ഞാൻ പറയുകയാണ്, ധൈര്യത്തോടെ സംസാരിക്കുന്ന സ്ത്രീകൾ. ഇതാണ് കുമാരനാശാന്റെ നവോത്ഥാന മൂല്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. സ്ത്രീകൾ സംസാരിക്കുകയാണ്. മിണ്ടാതിരിക്കടി, വായടക്കടി, ഒന്നും പറയാതെ കേറിപ്പോ എന്നൊക്കെ പറയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ കേൾക്കണം. ഞാൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചാണ് നളിനി അവസാനം പറയുകയാണ്. എന്താണ്? എൻ്റെ ഏകധനമങ്ങ്, ജീവനങ്ങ്, എൻ്റെ ഭോഗവും അത് എൻ്റെ മോക്ഷവും. ഭോഗം മാത്രമല്ല, എൻ്റെ ഏകധനമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ഭോഗമാണ്, എൻ്റെ മോക്ഷവും ഭവാനാണ്. ഇത്രയും പറഞ്ഞാൽ മതി. അതിന് ഒരു കഥാപാത്രത്തിന് കേരളീയമായ പൊതു സമൂഹത്തിന്റെ മുന്നാകെ പറയാനുള്ളത് പറഞ്ഞു നളിനി മരിച്ചു എന്നാ ഞാൻ പറയുന്നത്. കാരണം ശക്തമായിട്ട് തൻ്റെ പ്രണയത്തെ നിങ്ങൾക്ക് ആര്യമോ അനാര്യമോ പരിഗണിക്കാം, പക്ഷെ ഞാൻ സംസാരിക്കും, ധൈര്യത്തോടെ സംസാരിക്കും. ഭാഷയുടെ പരിമിതിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്? നിങ്ങൾ എൻ്റെ ഏകധനമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ഭോഗമാണ്, എൻ്റെ മോക്ഷമാണ് ഭവാൻ. ഇത് കവിഞ്ഞ് എന്താ പറയുന്നത്? എൻ്റെ എല്ലാമാണ്, നിങ്ങൾ മുഴുവനും എന്റേതാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നായികയെ 911 ആശാൻ നിർമ്മിച്ചു. ഇത് വിദ്യാഭ്യാസമുള്ള, മാറുമറയ്ക്കാൻ അവകാശപ്പെടുന്ന, വിദ്യാഭ്യാസം ചെയ്യുന്ന, ജോലി തേടി ഫാക്ടറികളിലേക്കും, കയർ ഫാക്ടറിയിലും ടൈൽ ഫാക്ടറിയിലും ഒക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, സ്കൂളുകളിൽ തയ്യൽ ടീച്ചർമാരായിട്ടും ക്രാഫ്റ്റ് ടീച്ചർമാരായിട്ടും പ്രസ്സുകളിലും ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു ചെറിയ പക്ഷം സ്ത്രീകൾ രൂപപ്പെട്ടു വന്ന കാലത്തു നിന്നാണ് ഈ സംസാരം ഉണ്ടാവുക. പിന്നീട് ചിന്താവിഷ്ടയായ സീതയിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിചിന്ത വഹിച്ചു. ഇവിടെ ധൈര്യമായിട്ട് പറഞ്ഞു. മറ്റത് ഗാഠമായി ചിന്തിക്കുന്ന സ്ത്രീയെ അവതരിപ്പിക്കുകയാണ്. ഈ ഭൂമിയുടെ, അതായത് കടുത്ത ശോകത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് സീതയെ ചിന്തിക്കാൻ അനുവദിച്ചത്. അതിചിന്ത വഹിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ചിന്താവിഷ്ടയായ ആ വാക്ക് തന്നെ ചിന്തയാണ്. സീത എന്ന് പറയുന്നത് തന്നെ അതിൽ ചിന്തയാണ്. അപ്പോൾ അതിചിന്ത വഹിക്കുന്ന സീതയാണ് പിന്നെ ഇങ്ങോട്ട് സ്വയം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ സീക്വൻസും സീത ആലോചിക്കുകയാണ്. വിവാഹം, കാനനവാസം, വളരെ ബാല്യം, വിവാഹം, കാനനവാസം. അവിടെയുള്ള നാഗരികനായ രാമന് പകരം കാട്ടിൽ ജീവിക്കുന്ന അങ്ങേറ്റം പ്രേമപരിപൂർണനായ കാമാഭിസക്തനായിട്ടുള്ള രാമനുമൊത്തുള്ള തൻ്റെ ജീവിതം, അത് ജന്തുക്കളെ പോലെ ഞങ്ങൾ ജീവിച്ചു എന്നാണ് ആശാൻ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് കുടുംബജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ ഇന്ന് എത്ര കെട്ടുപോയിരിക്കുന്നു എന്ന് സീത പറയണം. ഈ കുടുംബജീവിതം സ്ത്രീയെ വസ്തുവൽക്കരിക്കുന്ന, തീ ചാടാൻ പറയുമ്പം ചാടുന്ന, ഉപേക്ഷിക്കണമെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്ന, അങ്ങനെ അങ്ങേയറ്റം വസ്തുവൽക്കരണത്തിന് വിധേയമായിരിക്കുന്ന ദാമ്പത്യത്തെ സീത വിമർശിക്കുകയാണ്.
പക്ഷെ സീത പ്രണയത്തെ അംഗീകരിക്കുന്നുണ്ട്. സഹജാമല രാഗമേ മനോഗുഹയിലും സ്ഫുടരത്നമാണു നീ എന്നാണ്. പ്രേമം, സ്നേഹം വളരെ പ്രധാനപ്പെട്ട, പരിശുദ്ധ സ്നേഹം പ്രധാനപ്പെട്ടാണ്. പക്ഷെ ദാമ്പത്യത്തിൽ പരിശുദ്ധ സ്നേഹം ഇല്ലാതായി പോകുന്നു. പക്ഷേ അത് നരജീവിതമായ വേദന, ആ അതിചിന്ത വഹിക്കുന്ന സീതയിൽ നിന്നാണ് ഇത്രയേറെ സിദ്ധാന്തം ഉണ്ടാകുക. ഇത്രയും വലിയ അഗണി ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് കൊടിയ വേദനയാണ്. നരജീവിതമായ വേദനയ്ക്ക് അർഭകരൊരു മട്ടൗഷധം താൻ. ഈ ജീവിതം എന്ന് പറയുന്നത് ഷേക്സ്പിയർ അല്ലേ പറഞ്ഞിട്ടുണ്ട്, വിധി പറഞ്ഞ കടങ്കഥയാണ്. അവിടുന്ന് സീത പറയുന്നു, ഇത് നരജീവിതമായ വേദനയുടെ മക്കൾ മാത്രമാണ് ഒരു ഔഷധം. ദാമ്പത്യത്തിൽ ഈ പറഞ്ഞ എല്ലാ വസ്തുവൽക്കരണത്തിനുമുള്ള ഒരു റെമഡി കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവിടെ നിന്നാണ് പിന്നീട് ചോദിക്കുന്നു, രാമന് അഭിസംബോധന ചെയ്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചതു ഞാൻ പിഴച്ചോ. നോർത്തു നോക്കൂ, പടുരാക്ഷസ ചക്രവർത്തി. വിശേഷണങ്ങളൊക്കെ വളരെ പ്രത്യേകതയാണ്. രാവണന്റെ പേര് പറയാതെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ആ ചക്രവർത്തി അല്ലെങ്കിൽ അത്ര അധികാരിയായ ഒരു പുരുഷൻ എന്റെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചിട്ടാണോ? ഇപ്പോഴും റേപ്പ് കേസിലും അല്ലെങ്കിൽ അതിന്റെ വിചാരണയിലും ഒക്കെ പലപ്പോഴും ചെറിയ കുട്ടികളാണ് പ്രതികൾ, വിക്ടിംസ് എങ്കിൽ പോലും പലപ്പോഴും കോടതി ചോദിക്കുന്നത് അവരെ ഒരു കുറ്റക്കാരിയായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ആ ഒരു വലിയ ചോദ്യമാണ് സീത ഉന്നയിക്കുന്നത്. അയാൾ എന്നെ മോഹിച്ചത് എന്റെ കുറ്റമാണോ? അദ്ദേഹം എന്റെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചിട്ടാണോ? ഈ ചോദ്യം നൂറ്റാണ്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ആര്യകുല നീതിയിൽ അധിഷ്ഠിതമായ ദാമ്പത്യത്തിന്റെ നേരെയാണ് സീത ചോദിക്കുന്നത്. അതുകൊണ്ട് സീതയുടെ വിമർശകരിൽ ഒരാൾ വായാടിയാണ് സീത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് സംസാരിക്കുന്ന, ചിന്തിക്കുന്ന സ്ത്രീത്വത്തിൽ നിന്ന് തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന അസമതകളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവുകയും അതിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നവോത്ഥാനത്തിന്റെ മറ്റൊരു സാധ്യതയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ലീലയിൽ, അതും ആ കാലഘട്ടത്തിന്റെ ഒരു മൂല്യമാണ്. ലീലയിൽ വേട സ്ത്രീകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരു പ്രയോഗം ആശാൻ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ജാതിയും കലരും പ്രാകൃത ചിന്ത ഒന്നുതാൻ. എന്ത് ഉന്നത ജാതിയാണേലും താഴ്ന്ന ജാതിയാണേലും അവരുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, വിചാരങ്ങൾ ഒന്ന് തന്നെയാണ്. ഇതും ആധുനികതയുടെ ഒരു ലോകബോധത്തിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സാഹോദര്യം അല്ലെ, ഒന്നല്ലേ ഈ പൂവേ, ഒന്നല്ലേ, ഒരേ കയ്യല്ലേ നമ്മളെ ചമച്ചത് എന്ന് പൂവിനോട് ചോദിക്കുന്ന സാഹോദര്യത്തിന്റെ ഒരു അവസ്ഥ, സ്വാതന്ത്ര്യത്തിന്റെ വാക്കുമുട്ടിയും വഴി തടഞ്ഞും അറിവ് വിലക്കിയും ചിന്തയ്ക്ക് മതിലുകൾ ഏർപ്പെടുത്തിയും സംസാരിക്കാൻ അനുവദിക്കാതെയും നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ നടുവിന് അതിനെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് സമത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തിന്റെ ഒരു മുഖം മുന്നോട്ട് വയ്ക്കുകയാണ്. സാവിത്രിയെയും ചാത്തനെയും അവതരിപ്പിച്ചുകൊണ്ട് ചണ്ഡാലിനിയെയും ആനന്ദനെയും ബുദ്ധഭിക്ഷുവിനെയും പ്രസേനജിത്ത് രാജാവിനെയും അവതരിപ്പിച്ചുകൊണ്ട് സമത്വത്തിന്റെ ഒരു ടെക്സ്റ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. കേരളീയ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ, ഈ 3 കാലുകൾ അവിടെയുണ്ട്. അതിന്റെ എക്സ്പ്രഷൻ ജാതി സംഘടനകളായിട്ടും വിദ്യാഭ്യാസാവകാശങ്ങളായിട്ടും പൗരാവകാശങ്ങളായിട്ടും ഒക്കെയുമാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും സ്നേഹം, സമത്വം, സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, അതിൽ സാഹോദര്യത്തിൽ ആശാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ടൂൾ സ്നേഹമാണ്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തിനും. അപ്പോൾ സ്നേഹിക്കുക, അതാണ് സാഹോദര്യത്തിലേക്ക് എത്തിക്കുക. തുല്യരാണ്, എല്ലാവരുടെയും ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നാണ്, മനുഷ്യർ ഒരു മാനവകുല ജാതി ഒന്ന് മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സമത്വത്തെ ആശാൻ അവതരിപ്പിച്ചു. ഇത് കവിതയിലൂടെ മാത്രമല്ല, അദ്ദേഹം ശ്രീമൂലം പ്രജാസമിതിയിൽ, പ്രജാമണ്ഡലത്തിലും
പ്രജാസഭ, ശ്രീമൂലം പ്രജാസഭയിലും ഭരണ നിർമ്മാണ സമിതിയിലുമൊക്കെ അംഗമായിരിക്കുന്ന സന്ദർഭത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ സർക്കാരിലേക്ക് വലിയ ടാക്സ് കൊടുക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈഴവർ. കനത്ത ടാക്സ്, നികുതി ഞങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് ബ്രാഹ്മണർക്ക് ഊട്ടുപുര നിർമ്മിക്കുന്നതിനെ അല്ലെങ്കിൽ സദ്യ വിളമ്പുന്നതിനെ ആശാൻ ചോദ്യം ചെയ്യുകയാണ് വിവേകോദയം മാസികയുടെ മുഖപ്രസംഗങ്ങളിൽ. അപ്പോൾ ഈ അവകാശം മറ്റൊരു രൂപത്തിലേക്ക് വരികയാണ്. നികുതി കൊടുക്കുന്നുണ്ട്, നികുതി പിരിച്ചുണ്ടാക്കുന്ന സ്കൂളുകളിലും മറ്റും ഈ അവർണ ജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കുന്നില്ല. പണം വേണം, പക്ഷെ വിദ്യാഭ്യാസത്തിന് പ്രവേശനമില്ല. ആശാൻ ചോദിക്കുകയാണ്. അപ്പോൾ വിവേകോദയം മാസിക, എനിക്കൊന്ന് SNDPയുടെ മുഖപത്രമായിട്ട് വന്ന വിവേകോദയം മാസികയിൽ ദീർഘകാലം ആശാൻ മുഖപ്രസംഗങ്ങൾ എഴുതിയിരുന്നു. അതിന്റെ എഡിറ്റർ എന്ന നിലയ്ക്ക്, പത്രാധിപർ എന്ന നിലയിൽ. അത് കേരളത്തിലെ വളരെ പ്രമാദമായിട്ടുള്ള സാഹിത്യ കലഹങ്ങൾ വന്നിട്ടുണ്ട്, സാമൂഹ്യ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, ജാതി സംഘടനകളുമായിട്ട് പൗരാവകാശങ്ങളോടുള്ള കൂട്ടിച്ചേർതൽ ഉണ്ടായിട്ടുണ്ട്. ഈ മുഖപ്രസംഗങ്ങൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ആശാനെ നമുക്ക് കാണിച്ചു തരും. മറ്റൊന്ന് SNDPയിലെ പ്രവർത്തനങ്ങളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യകാല സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. ഈ ഓരോ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ ദൃശ്യമായി സാമൂഹ്യ മണ്ഡലത്തിൽ ഇടപെട്ടു. പിന്നെ ഫ്യൂഡലിസത്തിന്റെ തകർച്ച, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ജന്മികുടിയാൻ ബന്ധമാണ് ഈ ജാതിയിൽ അധിഷ്ഠിതമായ, അത് തിയോക്രാറ്റിക് ഫ്യൂഡലിസം എന്ന് PK ബാലകൃഷ്ണൻ പറയുന്നു. ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നാടുവാഴ്ത്ത ജന്മിത്വ വ്യവസ്ഥയ്ക്ക് ബദലായിട്ടാണ് മുതലാളിത്തം ഉണ്ടാകുന്നതും വ്യവസായങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വരുന്നതും വൻകിട തോട്ടങ്ങൾ, അത് വേറൊരു രീതിയിൽ കേരളീയ സാമ്പത്തിക ഘടന പരിവർത്തിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഈ ആലുവയിൽ അദ്ദേഹം ഓട്ട് കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കച്ചവടത്തിലേക്ക് പുതിയ ഒരു മൂലധന നിക്ഷേപവും അതിന്റെ എക്സ്പ്രഷനും അത് ജാതി അധിഷ്ഠിതമായിട്ടുള്ള ജന്മിത്വത്തിന്റെ നാടുവാഴ്ത്തത്തിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് വ്യവസായ സംരംഭകനായി മാറുന്ന ആശാനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, എനിക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ സാഹിത്യകൃതിയിലും തൻ്റെ സാമൂഹ്യ ജീവിതത്തിലും സാഹിത്യ സംവാദങ്ങളിലും ഇവിടെ കേരളത്തിൽ വളരെ ജടിലമായ ഒരു മാതൃകയായി മഹാകാവ്യം നിൽക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള 2 മഹാകവികളുമായിട്ടുണ്ടായ വലിയ തർക്കം പ്രധാനപ്പെട്ടതാണ്. ഉമാകേരളത്തെയും ചിത്രയോഗത്തെ അദ്ദേഹം ഖണ്ഡന വിമർശനം ചെയ്തു. ഇത്തരം മഹാകാവ്യങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി അമ്പലപ്പുഴ താലൂക്കുകളിലുള്ള കെട്ടുകുതിര എഴുന്നള്ളിക്കലിന്റെ ഓർമ്മയാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം എഴുതുന്നു. അപ്പോൾ ഒരു വളരെ ജടിലമായി തീർന്നിരിക്കുന്ന ഒരു സാഹിത്യ മാതൃകയെ, രൂപമാതൃകയെ നിരാകരിച്ചുകൊണ്ട് നിശിതമായി വിമർശിച്ചുകൊണ്ട് ആ ഒരു നിയോ ക്ലാസിക് സെൻസിബിലിറ്റിയെ ചോദ്യം ചെയ്തു അദ്ദേഹം. എന്നിട്ട് ചെറിയ കവിതകളും ഖണ്ഡകാവ്യങ്ങളും എഴുതുകയും ചെയ്തു. അപ്പോൾ സാഹിത്യ വിഷയത്തിലും രൂപത്തിലും പ്രജാസഭയിലെ അംഗമെന്ന നിലയിലും പത്രാധിപർ എന്ന നിലയിലും ഒരു വ്യവസായ സംരംഭകൻ എന്ന നിലയിലും ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അഗാധമായ ശിഷ്യത്വമുള്ള ഒരാളെന്ന് നിലയ്ക്ക് ശ്രീനാരായണ ഗുരു എൻ്റെ ദൈവമല്ലോ എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. എൻ്റെ ദൈവമാണ് അദ്ദേഹം എന്ന് എനിക്കൊന്ന് അത്ര ആദ്യം വിളിച്ചു പറഞ്ഞ ആള് കുമാരനാശാനാണ്. പിൽക്കാലത്ത് അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് മാറുകയും ചെയ്തു. എനിവേ എൻ്റെ ദൈവമാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരു എന്ത് ചിന്തിക്കുന്നോ അതിനെ കേരളീയ പൊതുമണ്ഡലത്തിലേക്ക് നിരന്തരം പ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ആളെന്ന നിലയിൽ ഒക്കെയും കേരളീയ നവോത്ഥാനത്തെ ജാതിവിരുദ്ധ പ്രസ്താവങ്ങൾ, അതിൽ ഒരു ജാതിയും അങ്ങനെ അതിന്റെ കള്ളികൾക്കകത്ത് എനിക്കൊന്ന് കേരളത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിമിതിയായിരുന്നു ഷെല്ലിൽ കുടുങ്ങിയ ഒരു ജനത പോലെയാണ്. അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് വേറൊരു കമ്പാർട്ട്മെന്റുകൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ ഒരു ഓപ്പൺ
ഒരു സംഭവം. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആ കമ്പാർട്ട്മെന്റും അടുത്ത കമ്പാർട്ട്മെന്റും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ കേരളത്തിന്റെ ഒരു ഘടനയിൽ ഓരോ ജാതിയും ഓരോ കമ്പാർട്ട്മെന്റാണ്. ആ ജാതിക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ല. അപ്പോൾ ഇങ്ങനെ ആ കമ്പാർട്ട്മെന്റലൈസേഷനെ അദ്ദേഹം ബ്രേക്ക് ചെയ്യാൻ മറ്റ് ജാതി, അതിൽ നായർ സമാജത്തോട് യോജിച്ചു, ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു, ഗാന്ധിജിയുമായി ശ്രീനാരായണ ഗുരു സംസാരം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള അറിവുകളെയൊക്കെയും 1917 എനിക്കൊന്ന് റഷ്യൻ വിപ്ലവത്തിന് ശേഷം വരുന്ന കാലഘട്ടത്തിൽ തൊഴിലിനെ സംബന്ധിച്ചാണ് ദുരവസ്ഥയിൽ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളുടെ വിപ്ലവം, മാറ്റം, സാമൂഹ്യ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയും കേരളീയ പരിപ്രേക്ഷ്യത്തിലേക്ക് അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ, സംഭാഷണത്തിലൂടെ, മുഖപ്രസംഗങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരുന്നു. ചണ്ടാല ഭിഷിയിലെ ഒരു വാക്യം കൂടെ ഓർക്കുക: ജാതി എന്നത് ഹിംസയാണ്, ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിൽ സ്നേഹമാണ് പുലരേണ്ടത് എന്ന് ശ്രീബുദ്ധൻ പ്രസേനജിത്തിനോട് പറയുന്നുണ്ട്. അതുപോലെ ജാതി ശരീരങ്ങളെ ആധുനിക രാഷ്ട്രത്തിലെ പൗര ശരീരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിൽ കുമാരനാശാന്റെ എഴുത്തിനും പ്രസംഗത്തിനും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. നമ്മൾ ഒരു ഡിക്റ്റേറ്റഡ് ആയിട്ടുള്ള, ഒന്നുകിൽ മേൽജാതിക്കാരാൽ അല്ലെങ്കിൽ പുരുഷനാൽ ഒക്കെ, അല്ലെങ്കിൽ പൗരോഹിത്യത്താൽ ഒക്കെയും ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്ന, അനുശാസനത്തിന് വിധേയമായി നിൽക്കുന്ന പൗരബോധത്തെ, ലൈംഗിക ബോധത്തെ, പ്രണയത്തെ, ദാമ്പത്യത്തെ, സാമൂഹ്യ അധികാര ശ്രേണി ഒക്കെയും എൻ്റെ കൃതിയിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്തു. ആരോപിത കർത്തൃത്വങ്ങൾ എവിടെയുള്ളിടത്തും അദ്ദേഹത്തിൻ്റെ കവിതയിൽ അതിനുള്ള പ്രതിപാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം 1920 പ്രതിഭ മാസികയിൽ എഴുതിയത് ഓർക്കുക: ആരാധ്യയായ കാലശക്തി രാജ്യങ്ങളെ രാജാക്കന്മാരുടെ ചുമലിൽ നിന്നെടുത്ത് ജനങ്ങളുടെ കയ്യിൽ വിഭജിച്ചു കൊടുക്കുന്ന കാലമാണിതെന്ന് സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ഓർക്കുക, 1920 പ്രതിഭ മാസികയിൽ രാജാധിപത്യം പോയതിനു ശേഷം ജനാധിപത്യമോ അല്ലെങ്കിൽ ബഹുജനാധിപത്യമോ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരം ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ 1917 വിപ്ലവ റഷ്യ അദ്ദേഹം വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ വളരെ പ്രസിദ്ധമായ സാർ ചക്രവർത്തിമാരുടെ ഭരണം മാറി അവിടെ ജനങ്ങളുടേതായിട്ടുള്ള പുതിയ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഈ ദണ്ഡ ശക്തിയായിട്ട് നിൽക്കുന്ന രാജാധികാരം മാറാം, അതിന് പകരം അത് മാറും, അതിനുശേഷം ഒരു ജനാധിപത്യം പുലരും എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹം ഈ പ്രതിഭാ മാസികയിലെ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നം പൂവണിഞ്ഞ് കാണുന്നതിന് മുൻപ് അദ്ദേഹം അല്ലെങ്കിൽ നദി, ജലം അദ്ദേഹത്തെ സമാധിയിലേക്ക്, ജലസമാധിയിലേക്ക് അല്ലെങ്കിൽ ജലമൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഒരു നദിക്കും ഒരു പ്രവാഹത്തിനും ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ സാധിക്കാത്ത വിധം ചിന്തകൾ, ദർശനങ്ങൾ, സാഹിത്യകൃതികൾ ഒക്കെയുമായിട്ട് കുമാരനാശാൻ ഇന്നും കേരളീയമായ പൊതുബോധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന് നന്ദി എല്ലാവർക്കും. ഈ ബാബു എന്ന് പറയുന്ന സെക്രട്ടറിക്കും ജോസഫ് അഗസ്റ്റിൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം UC കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ്, ബാച്ച്മേറ്റിൻ്റെ ജീവിത പങ്കാളിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ഒരു സായാഹ്നം എനിക്ക് കിട്ടി. ഇവിടെ 10ാം ക്ലാസ്സിന് ശേഷം ആദ്യമായിട്ട് നുസൈബയെ കാണാൻ സാധിച്ചു. അതെനിക്ക് വളരെ 1980 ശേഷം എത്രയോ വർഷങ്ങൾ കടന്നു, എത്ര പുഴ ഒഴുകിയല്ലേ, അതിന് ശേഷവും തടഞ്ഞു ഒഴുകിപ്പോകാതെ നുസൈബ തൊടുപുഴയിൽ വെച്ച് എന്നോടൊപ്പം ഉണ്ട്. ഇതായിരിക്കാം ഒരു കാലനീതി അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ബാബു ഉണ്ട്, മറ്റ് ചിന്തകരുണ്ട്. എല്ലാവർക്കും, എന്നെ കേട്ടവർക്കും നന്ദി, നമസ്കാരം.